എക്സ് ഘാതം എ പ്ലസ് ബി ഹോൾ ഘാതം എ മൈനസ് ബി ഇൻറ്റു എക്സ് ഘാതം ബി പ്ലസ് എ ഹോൾ ഘാതം ബി മൈനസ് എയുടെ വില കാണുക. എക്സ് ഘാതം എ പ്ലസ് ബി ഹോൾ ഘാതം എ മൈനസ് ബി, എ ഘാതം എം ഹോൾ ഘാതം എൻ, എ ഘാതം എം ഇൻറ്റു എൻ, എ ഘാതം എം ഹോൾ ഘാതം എൻ. ഇങ്ങനെ വരുമ്പോൾ രണ്ട് കൃതികൾ വരുമ്പോൾ ആ കൃതികൾ നമ്മൾ ഗുണിച്ചെഴുതുക. ഇതാണ് ലോ ഓഫ് എക്സ്പോണൻറ്റ്. അതുപോലെ നമുക്ക് എ ഘാതം എം ഹോൾ ഘാതം എൻ, എ ഘാതം എം എൻ. അതുപോലെ ഇവിടെ എക്സ് ഘാതം എ പ്ലസ് ബി ഹോൾ ഘാതം എ മൈനസ് ബി, എക്സ് ഘാതം ഇത് തമ്മിൽ ഗുണിക്കുക. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, ഇതൊരു ഐഡൻറ്റിറ്റിയാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു. അതുപോലെ എക്സ് ഘാതം ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ, എക്സ് ഘാതം ബി പ്ലസ് എ ഇൻറ്റു ബി മൈനസ് എ. അപ്പോൾ എക്സ് ഘാതം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതൊരു ലോ ഓഫ് എക്സ്പോണൻ്റ് ആണ്. എന്താണ്? എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ സമം എ ഘാതം എം പ്ലസ് എൻ. ഇതുപോലെയാണ് നമുക്കിത്. എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ, എക്സ് ഘാതം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് ഘാതം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ ഘാതം എമ്മും എന്നും കൂട്ടി. അതുപോലെ ഇവിടെ എക്സ് ഘാതം ഇത് രണ്ടും കൂടി കൂട്ടുക. എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കൂട്ടണം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എക്സ് ഘാതം എ സ്ക്വയറിന്ന് എ സ്ക്വയർ കുറച്ചാൽ പൂജ്യമായി, ബി സ്ക്വയറിന്ന് ബി സ്ക്വയർ കുറച്ചാൽ പൂജ്യമായി. അപ്പോൾ ഇവിടെ കൃതിയിൽ ഒന്നുമില്ല. അപ്പോൾ എക്സ് ഘാതം 0. ലോ ഓഫ് എക്സ്പോണൻ്റ് പ്രകാരം, കൃത്യങ്ക നിയമപ്രകാരം എക്സ് ഘാതം 0. എന്താ കൃത്യങ്ക നിയമം? എക്സ് ഘാതം 0. ഉത്തരം 1.